ഹലോ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നുകൊണ്ട് നമ്മുടെ ക്രിപ്സെറ്റിൻ്റെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാവുന്ന. അപ്പോൾ ഇത് ഫൈനൽ പാർട്ടാണ്, പെയിൻറ്റിങ് വീഡിയോ ആണ്. അപ്പം പെയിൻറ്റിങ് വീഡിയോ നടക്കുന്നതിനിടയിൽ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ? എൻ്റെ അപ്പൻ പണ്ട് പറയുമായിരുന്നു, പുള്ളി രക്ഷപ്പെടാത്തതിന് കാരണം പുള്ളി ഒന്നിലും 100% അല്ലെന്ന്. അതായത് പുള്ളിക്ക് പാടാനായിട്ട് അറിയാം, പുള്ളി ഫൈൻ ആർട്സ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യും. പക്ഷെ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും പുള്ളി എക്സലൻ്റ് അല്ല. ഈ ലോകം എന്ന് പറയുന്നത് 100% ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എല്ലാത്തിലും 100% ആയിട്ടുള്ള അത്ര എക്സലൻ്റ് ആൾക്കാർ മാത്രമേ ഈ ലോകത്ത് രക്ഷപ്പെടത്തുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജനിക്കുമ്പോഴേ 100% അല്ല, ഒന്നിലും നമ്മൾ എക്സലൻ്റ് അല്ല. നമുക്ക് ദൈവം കുറച്ച് കഴിവ് തരും, നമ്മളതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തിൽ 100% ആയിട്ട് മാറുന്നത്. ഇപ്പം തന്നെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ 1000 കണക്കിന് വ്യൂസ് ആകുന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും ലൈക്ക് ചെയ്യുവോ കമൻറ്റ് ചെയ്യുവോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ചെയ്യാറില്ല. അപ്പം ഞാൻ ഓർക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന രീതിയിൽ എൻ്റെ വർക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാത്തത്. ഞാൻ എന്ന് അങ്ങനെ ആകുന്നോ അന്ന് നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ ഏതായാലും തോറ്റു കൊടുക്കാനോ വീഡിയോ ഇടുന്ന നിർത്താനോ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇനിയും എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ വീഡിയോസും എൻ്റെ ഒരു പുതിയ ലേണിംഗ് ആണ്. ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഈ വീഡിയോയിൽ പോലും ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യണം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള പഠിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തോറ്റു കൊടുക്കാനായിട്ട് ഒട്ടും റെഡിയായിട്ടുള്ള ഒരാളല്ല. എൻ്റെ ഈ വർക്ക് പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെക്കൊണ്ട് ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റുമെന്ന്. അത് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഞാൻ അങ്ങനൊരു സാധനം ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി. എന്നെക്കൊണ്ട് അന്നേരം അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതൊരു അനാവശ്യമായ എക്സ്പെൻസായിട്ട് തോന്നി. സോ അതിൽ നിന്നാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നമുക്ക് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് അത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പ്രൂവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ബാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.